അങ്ങനെ കുറച്ച് നാളായിട്ട് കണ്ടൻറ്റുകളൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഫോണിൽ തപ്പിയപ്പോഴാണ് ഈ വീഡിയോ കിടക്കണ കണ്ടത്. ഇത് ഞങ്ങളുടെ ലാൽബാഗ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. കുറച്ചധികം നാളായി ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊക്കെ ടൈം കിട്ടിയത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ സാവുമാവനും ശ്രീജമ്മായും ബാംഗ്ലൂർ എന്നെ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലം കറങ്ങണ കൂട്ടത്തിൽ ലാൽബാഗിലും പോയി. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു IV ആയിട്ടാണെങ്കിലും ട്രിപ്പായിട്ടാണെങ്കിലും ചുമ്മാ റിലാക്സ് ചെയ്യാനായിട്ടാണെങ്കിലും ആൾക്കാർ വരുമ്പോൾ മസ്റ്റായിട്ട് പോകുന്നൊരു സ്ഥലമാണല്ലോ ലാൽബാഗ്. ഞങ്ങൾ പോയപ്പം ലാൽബാഗ് സീസണൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോൾ പോയാലും ഒന്ന് റിലാക്സ് ചെയ്യാനാണെങ്കിലും എന്താ പറയുക, കണ്ണിനും നമ്മുടെ മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടാനും ഇങ്ങനെ ലഷ്യസ് ഗ്രീൻ ആയിട്ടുള്ള കുറേ ഏരിയാസിൽ പോകുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കമ്പനി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചെറിയ എന്തൊരു സ്ഥലമാണെങ്കിലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. റോസ് ഗാർഡൻ കാണാൻ വന്ന് അവിടെ റോസ് ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഞാൻ പറയാനാണ് ആക്കേട്ടെ. പിന്നെ വെള്ളക്ഷാമം എന്നുള്ള സമയമല്ല ലാൽബാഗിലും ബാംഗ്ലൂരിലും പൊതുവേ ഇപ്പോൾ. എന്നാലും ഫൗണ്ടനൊക്കെ അവർ ഓഫ് ചെയ്ത് തന്നെ വെച്ചേക്കുമായിരുന്നു. പിന്നെന്താ, ജനുവരി 26-നോടനുബന്ധിച്ച് അവർ മറ്റേ ഫ്ലവർ ഡെക്കറേഷൻസും ഫ്ലവർ ഫെസ്റ്റിവൽ ആണല്ലോ എല്ലാ വർഷവും ലാൽബാഗിൽ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവർ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഏരിയാസിലും നമുക്ക് കയറാൻ പറ്റിയില്ല. പല ഫ്ലവേഴ്സിൻ്റെയും പ്രൂണിങ് ടൈം ആയിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര വൻ സക്സസ് ആയിരുന്നു എന്നില്ല ആ ട്രിപ്പ്. പക്ഷെ എന്നാൽ പോലും ലാൽബാഗിൻ്റെ തനതായ ആ ഒരു ഭംഗി എന്നും എക്കാലത്തും ഉള്ള പൂക്കളും എല്ലാം അവിടെ തന്നെ അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് മെയിനായിട്ട് സാവുമാമന് എന്തായാലും കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ, ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരം, അതിങ്ങനെ ആർത്ത് തലച്ച് വളർന്നൊരു ഫുൾ ഏരിയ തന്നെ കവർ ചെയ്ത് നിൽക്കുവാണ്. അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോഴാണെങ്കിലും വെയിലും നമുക്ക് കൊള്ളില്ല, നല്ല തണലും ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴും അതിന് ഓരോ ലുക്കാണ്. പിന്നെ നോക്കി ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓരോ പടങ്ങളോ എന്തൊക്കെയോ വിഷ്വൽസ് കാണുന്ന പോലത്തെ ഒരു ഫീലും നമുക്ക് കിട്ടും. ഇപ്പോൾ ശ്രീജമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഏതോ സ്ഥലത്തതാ ഈ കണ്ണെടുത്ത് ഒരാളുടെ മുഖം കാണുന്നു, അതുപോലെ ആ സൈഡിൽ എന്തോ മുങ്ങിയപ്പോലെ ഇരിക്കണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ആൾക്കാരെ നോക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ആ മരത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത്രയും വർഷമായിട്ടൊരു മരം ഇത്രയും ഭംഗിയിൽ ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കണം, നമുക്കും ഒരു എന്താ പറയുക, ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ലാൽബാഗിൽ വന്നെങ്കിലും മെയിനായിട്ട് ഇതായിരുന്നു കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാഴ്ച. പിന്നെ ഫുൾ നടന്ന് കാണാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ നമ്മുടെ വയറ്റിലെ കുട്ടിപ്പട്ടാളം കിടന്ന് വേളം ഉണ്ടാക്കണ കാരണം ഈ കുന്നിൻ്റെ മുകളിലേക്ക് എനിക്ക് കയറാൻ പറ്റിയില്ല. ബട്ട് ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട് ബാംഗ്ലൂർ ലാൽബാഗിൽ, അവിടെ തന്നെയാണല്ലോ. പിന്നെ അച്ഛനും സാവുമാവനും പോളേട്ടനുമാണ് ഇതിൻ്റെ മുകളിൽ കയറിയത്. ഞാനും അമ്മയും ശ്രീജമ്മയും താഴെ ഇരുന്നു അവിടുത്തെ കാഴ്ചകളും പിള്ളേരുടെ കളികളും ഒക്കെ നോക്കിക്കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു അമ്പലം പോലെ ഉണ്ട്. പിന്നെ എന്താ, ആ റോക്ക് സ്ട്രക്ചറിൻ്റെ മുകളിൽ ഏറ്റവും നടുക്കായിട്ടൊരു വാട്ടർ ബോഡി ഉണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും കൗതുകരമായ കാഴ്ച എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ചില സ്ഥലത്ത് നമ്മൾ കാണുന്ന പോലത്തെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഉള്ളൊന്നും നുറുങ്ങുന്ന കാഴ്ചയായിരുന്നു അവിടെയും. ആ വാട്ടർ ബോഡി ഒട്ടും തന്നെ ക്ലീൻ ആയിരുന്നില്ല. അതിനാരെയാ ബ്ലെയിം ചെയ്യുക, സർക്കാരാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഓരോ ഇൻഡിവിജ്വൽസും ഇവിടെ വന്ന് കാണുന്നവർ ഞാൻ എൻ്റെ രാജ്യത്തിലെ ഓരോ കാര്യങ്ങൾ നശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ മാറി വരുന്ന ഗവൺമെൻറ്റിനെ പഴിചാരേണ്ട ആവശ്യവും വരില്ല അല്ലേ. ഇത് തന്നെ നോക്കിയാൽ അറിയാം. അതിനകത്ത് എന്താ പറയുക, ഐസ് ഫ്രൂട്ടിൻ്റെ എന്താ അതിൻ്റെ കവറുകൾ, ഐസ്ക്രീമിൻ്റെ കവറ്, എന്തോ തൊപ്പി, കുപ്പി, ഈ വക സാധനങ്ങളൊക്കെയാണ് കിടക്കണത്. അതൊക്കെ നമ്മൾ ഇട്ടാലല്ലേ അവിടെ വരുള്ളൂ. നമ്മൾ അവിടെ ഇടുമ്പോഴല്ലേ അവർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ റെസ്പോൺസിബിൾ സിറ്റിസൻസായിട്ട് ബിഹേവ് ചെയ്താൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നല്ലൊരു പരിധിവരെ കുറവുണ്ടാവും. പിന്നെന്താ, അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതേ നമുക്ക് പട്ടണം കാണാം.
നല്ല തണുപ്പുള്ള സമയമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അതുകൊണ്ട് തന്നെ ദൂരേക്കുള്ള വിസിനിറ്റി അത്ര വലിയ കാര്യത്തിന് ഇല്ല. അവർ കുറേ നേരം ഇതിൻ്റെ മുകളിൽ നിന്ന് ലെക്ചറൊക്കെ അടിച്ച് എല്ലാം കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് കഴിഞ്ഞ് പയ്യെ ഇറങ്ങി വന്നു. നമ്മൾ മുഴുവനായിട്ടൊന്നും നടന്ന് കണ്ടില്ല. ഒന്നാമത് ഒറ്റ തവണ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഫുൾ നടന്ന് കാണാൻ പറ്റില്ല, അത്രയ്ക്കും വലുതാണ് ലാൽബാഗ്. പിന്നെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-2 സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടാണ് ലാൽബാഗിൽ പോയത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല വിശപ്പായിരുന്നു. പിന്നെ ഡൊണ്ണി ബിരിയാണി കഴിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് മനസ്സിലിങ്ങനെ കിടക്കുമായിരുന്നു. മാമനും അമ്മായിക്കും അവർ ബാംഗ്ലൂരേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ട്രൈ ചെയ്തില്ലെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് ഡൊണ്ണി ബിരിയാണി നിങ്ങളെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചിരിക്കുന്നു. ആൻഡ് താങ്ക്ഫുള്ളി അവർക്കത് ഭയങ്കര ഇഷ്ടവുമായി. അതുകൊണ്ട് ഒരു സക്സസ് ആയിരുന്നു. ഹൈപ്പൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതൊന്നും വെറുതെ ആയില്ല. അപ്പോൾ ഏകദേശം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇത്ര സമയത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങണം, അപ്പോൾ എന്തൊക്കെ കാണണം എന്നുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഒരു പരിധി വരെ റോസ് ഗാർഡൻ, ഗ്ലാസ് ഹൗസ് ഒന്നും ഓപ്പറേഷണൽ ആയിരുന്നില്ല. വേറെ കുറേ സ്ഥലത്ത് ബോൺസായി ഗാർഡൻ്റെ അവിടെയൊക്കെ മെയിൻ്റനൻസ് ആയിരുന്നു. പിന്നെ മെയിനായിട്ടും അവന് കാണേണ്ടിയിരുന്നത് സിൽക്ക് ട്രീ, അത് കാണാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.